അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബൈക്കുകൾക്കൊക്കെ ഇങ്ങനെ ഓവർഫ്ലോ പ്രശ്നങ്ങളും വണ്ടി സ്റ്റാർട്ടാവാത്ത പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കാം. നമ്മൾ വർക്ക്ഷോപ്പ് കൊണ്ടുപോയി വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുക. അതുപോലെ വ്യൂ കാണാം. എങ്ങനെ സ്റ്റൈലിഷ് ആയിട്ടില്ലേ? അത് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്താണ്, വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്താണ്. സമയം കിട്ടുമ്പോൾ ഒഴിവ് സമയങ്ങളിൽ ചില ദിവസങ്ങളിലായിട്ട് ചെയ്താണ്, കുറച്ച് ദിവസം എടുത്തു. ഹായ് ഗൈസ്, ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എൻ്റെ TVS Apache RTR 180 വണ്ടി. 10 വർഷത്തോളം പഴക്കമുള്ള വണ്ടിയാണ് ഇത്. ഞാൻ സൈലൻസറൊക്കെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വരച്ച് പെയിൻ്റ് അടിച്ച് പുത്തൻ വണ്ടിയാക്കണം. ക്രാഷ് ഗാർഡ് അതുപോലെ റിമ്മിന് കുറച്ച് പെയിൻറ്റ് പോയതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പെയിൻറ്റ് ചെയ്ത് നല്ല പുത്തൻ വണ്ടി പോലെയാക്കും. ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കുക, വണ്ടി ഫുള്ളായിട്ട് കാണിക്കുക, ഓരോ പാർട്സും കാണിക്കുക. പെയിൻറ്റ് ചെയ്തത് നല്ല അടിപൊളിയാക്കി പുത്തൻ വണ്ടി പോലെ ആവും. സ്വന്തമായിട്ട് പെയിൻറ്റ് ചെയ്യാണ് വീട്ടിൽ വെച്ച്. സ്പ്രേ പെയിൻറ്റ് വാങ്ങിയിട്ടുണ്ട്, ബ്ലാക്ക് മാറ്റ് ബ്ലാക്ക് 3 ബോട്ടിൽ, പിന്നെ ഒരു മാറ്റ് ബ്ലാക്കിൻ്റെ തന്നെ ഒരു സ്പ്രേ പെയിൻ്റ് അല്ലാതെ ഒരു സാധാ 200 ഗ്രാമിൻ്റെ ബോട്ടിലും വാങ്ങിയിട്ടുണ്ട്. പിന്നെ വൈറ്റ് കൂടുതലായിട്ടൊന്നും അടിക്കാനില്ലായിരുന്നു, അവിടെ കളർ കുറഞ്ഞോടത്ത് മാത്രമേ അടിച്ചിട്ടുള്ളൂ. പിന്നെ വൈസറിന് മുഴുവനായിട്ട് അടിച്ചു. ഇതൊക്കെയാണ് നമ്മുടെ പെയിൻറ്റ്. പിന്നെ ബൈക്കുകൾക്കൊക്കെ പെട്രോൾ ഓവർഫ്ലോ ആവുന്ന ഒരു പ്രശ്നം വന്നാൽ എങ്ങനെ പരിഹരിക്കാമെന്ന് കൂടെ നോക്കാം. ഇത് നിങ്ങൾക്ക് കാണാം ഇവിടെ വീഡിയോയിൽ. എൻ്റെ വണ്ടീൻ്റെ പെട്രോൾ ഓവർഫ്ലോ ആയി പൈപ്പിലൂടെ പോകണുണ്ടോ? അത് നമ്മൾ കാർബറേറ്ററിൽ നിന്ന് വരുന്ന എയറൊക്കെ ഒഴിവാക്കാനുള്ള പൈപ്പാണ്. അപ്പോൾ അത് പിന്നെ വണ്ടി സ്റ്റാർട്ടാവില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ വർക്ക്ഷോപ്പ് കൊണ്ടുപോകാതെ തന്നെ നമുക്ക് തന്നെ പരിഹരിക്കാവുന്നതാണ്. അത് കാണിച്ചു തരാം എങ്ങനെയാണ്. നമ്മൾ പെട്രോൾ ഓൺ ആക്കിയാൽ അപ്പോൾ വീണ്ടും ഓവർഫ്ലോ ആയി പെട്രോളൊക്കെ പോകും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് പെട്രോൾ ഓഫ് ചെയ്ത ശേഷം സ്ക്രൂ ഡ്രൈവറിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് കാർബറേറ്ററിൻ്റെ അടിയിലായി ഇങ്ങനെ തട്ടി കൊടുക്കുക. പിന്നെ കാർബറേറ്ററിൻ്റെ അടിയിലായിട്ടുള്ള ആ സ്ക്രൂ ഒന്ന് ലൂസാക്കി അയച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും തട്ടി കൊടുക്കുക. അപ്പോൾ കാർബറേറ്ററിൻ്റെ ഉള്ളിലായിട്ടുള്ള പൊടിയോ ചളിയോ കൊണ്ട് വെച്ചാൽ ഇളകി പോന്നോളും. അതിനുശേഷം നമ്മൾ പെട്രോൾ ഒന്ന് ഓൺ ആക്കി കൊടുത്താൽ പൈപ്പിലൂടെ പെട്രോൾ വരുന്നത് കാണാം. പിന്നെ നമ്മൾ ഓഫാക്കുക പെട്രോൾ. ഇനി കാർബറേറ്ററിൻ്റെ അടിയിൽ നമ്മൾ നേരത്തെ ലൂസ് ചെയ്ത സ്ക്രൂ ടൈറ്റ് ആക്കിയ ശേഷം പെട്രോൾ ഓൺ ആക്കി നോക്കുക. അപ്പോൾ ഓവർഫ്ലോ നിന്നതായിട്ട് കാണാം. എന്നിട്ട് ഓവർഫ്ലോ നിന്നില്ലെങ്കിൽ സ്ക്രൂ ലൂസ് ചെയ്ത് വീണ്ടും തട്ടി കൊടുക്കേണ്ടി വരും. അങ്ങനെ ഓവർഫ്ലോ നിന്ന ശേഷം പെട്രോൾ ഓഫ് ചെയ്തിട്ട് വേണം കിക്കറോ സെൽഫോ അടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ. എന്നിട്ടും ഇതുപോലെ എൻ്റെ വണ്ടി സ്റ്റാർട്ടാവാത്ത പോലെ വണ്ടി സ്റ്റാർട്ടായില്ലെങ്കിൽ സ്പാർക്ക് പ്ലഗ് സ്പാനർ ഉപയോഗിച്ച് അതിൻ്റെ ക്യാപ്പ് ഊരണം. ക്യാപ്പ് ഊരിയിട്ട് സ്പാനർ ഉപയോഗിച്ച് സ്പാർക്ക് പ്ലഗ് അഴിച്ചെടുക്കുക. എൻ്റെ വണ്ടിയിലെ പെട്രോൾ ഓവർഫ്ലോ ആവുന്നതിൻ്റെ കൂടെ തന്നെ എയറും എയർ ബബിൾസും വരുന്നത് കണ്ടിരുന്നു. അപ്പോൾ എയർ കുടുങ്ങിയ പ്രശ്നമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പാർക്ക് പ്ലഗ് അഴിച്ചെടുക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ വണ്ടിയുടെ ടൂൾ കിറ്റിലെ സ്പാനർ ഉപയോഗിച്ച് സ്പാർക്ക് പ്ലഗ് അഴിച്ചെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ 2-3 തവണ കിക്കർ അടിച്ച് സ്പാർക്ക് പ്ലഗിൻ്റെ അഴിച്ച ഹോളിലൂടെ എയർ പുറത്തേക്ക് കളയേണ്ടതുണ്ട്. പിന്നെ നമ്മളിപ്പോൾ പെട്രോൾ ഓഫാക്കിയിടണം. ഓഫാക്കിയിട്ട ശേഷം വേണം ഇതൊക്കെ ചെയ്യാൻ. ഓക്കെ, സ്പാർക്ക് പ്ലഗ് അഴിച്ചെടുത്തു. ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കിക്കർ അടിച്ചു കൊടുക്കുക. ഒരു 2-3 പ്രാവശ്യം, ഒരു 4-5 പ്രാവശ്യം കിക്കർ അടിക്കുമ്പോൾ എയർ ആ സ്പാർക്ക് പ്ലഗ് അഴിച്ച ഹോളിൽ കൂടെ എയർ ഇങ്ങോട്ട് പുറത്തേക്ക് തള്ളണമായിട്ട് കാണാം. അടിച്ച് അടിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഏതായാലും സ്പാർക്ക് പ്ലഗ് അയച്ച സ്ഥിതിക്ക് നമ്മളത് സ്പാർക്ക് പ്ലഗിൻ്റെ മുകളിലുള്ള പൊടിയൊക്കെ ഒന്ന് തുടയ്ക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരച്ചിട്ട് ഒന്ന് മേലുള്ള ഹെഡിലൊക്കെ ഉള്ള കരിയൊക്കെ ഒന്ന് തുടച്ച ശേഷം നമുക്ക് സ്പാർക്ക് പ്ലഗ് അവിടെ ഹെഡിലുള്ള കരിയൊക്കെ ഒന്ന് തുടച്ച ശേഷം നമുക്ക് ഫിറ്റ് ചെയ്യാം. നിങ്ങൾ ഇതുപോലെ വണ്ടിയൊക്കെ ചെറുതായിട്ട് മിസ്സിങ് സ്റ്റാർട്ടാവാത്ത പ്രശ്നമൊക്കെ വന്നാൽ ഇതുപോലെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അയച്ചു നോക്കിയിട്ട് ആ ഹെഡിലൊക്കെ ഉള്ള കരിയൊക്കെ ഒന്ന് ഉരച്ച് തുടച്ചതിന് ശേഷം ഒന്ന് ഫിറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ സ്പാർക്കിങ് കറക്റ്റായിട്ട് കിട്ടിയാൽ വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടാവുന്നതാണ്. അതിനൊക്കെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ഇതാക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ചെയ്ത് നോക്കാവുന്നതാണ്. സ്പാനറും കാര്യങ്ങളും വണ്ടീൻ്റെ ടൂൾ കിറ്റിലുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളത് ടൈറ്റാക്കി ഇനി നമ്മൾ സ്പാർക്ക് പ്ലഗിൻ്റെ കപ്പ് കണക്ഷൻ ഇടുകയാണ്. അത് ഫിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കിക്കർ അടിച്ച് നോക്കാം. ഇനി സ്റ്റാർട്ടാവില്ലേ നോക്കാം. അപ്പോൾ നമുക്ക് കിക്കർ അടിച്ചൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടി കിക്കർ അടിച്ച് സ്റ്റാർട്ടായില്ല. കിക്കർ അടിച്ച് കുഴങ്ങാൻ വയ്യ. നമുക്കൊന്ന് സെൽഫ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം.
അപ്പോൾ ഗൈസ് വണ്ടി സ്റ്റാർട്ടായിരിക്കുകയാണ്. നമ്മുടെ ഓവർഫ്ലോ പ്രശ്നമൊക്കെ പരിഹരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബൈക്കുകൾക്കൊക്കെ ഇങ്ങനെ ഓവർഫ്ലോ പ്രശ്നങ്ങളും വണ്ടി സ്റ്റാർട്ടാവാത്ത പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കാം. നമ്മൾ വർക്ക്ഷോപ്പ് കൊണ്ടുപോയി വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുക, അതുപോലെ വർക്ക്ഷോപ്പിൽ പൈസ കൊടുക്കേണ്ട കാര്യങ്ങളില്ല. നമ്മൾക്ക് തന്നെ ചെയ്ത് റെഡി ആയില്ലെങ്കിൽ മാത്രം കൊണ്ടുപോയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടി പെയിൻറ് ചെയ്തത് നമ്മൾ ലാസ്റ്റ് കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു. വണ്ടി പെയിൻറ് ചെയ്ത് അടിപൊളിയാക്കി പുത്തൻ വണ്ടി പോലെ ആക്കിയത് നമ്മൾ കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടിയുടെ മൊത്തം ഒരു പെയിൻറ് ചെയ്തോ കാണിക്കാം. കണ്ടോ, വണ്ടീൻ്റെ ടയറിന് റിമ്മിനൊക്കെ കറക്റ്റ് പെയിൻ്റ് അടിച്ച് ആക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഓരോ പാർട്സിനും നമ്മൾ എൻജിൻ്റെയൊക്കെ സ്ക്രൂകൾക്കൊക്കെ പെയിൻറ് ചെയ്ത് ഒക്കെ തുരുമ്പ് പിടിക്കാതൊക്കെ വേണ്ടി ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. നമ്മൾ കണ്ടോ, പെയിൻ്റ് അടിച്ച് വൈറ്റൊക്കെ അടിച്ച് നല്ല കളറ് പോയടത്തൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് 10 വർഷത്തോളം പഴക്കമുള്ള വണ്ടിയാണ്, പക്ഷേ കൂടുതലായിട്ട് പെയിൻ്റ് ഒന്നും പോയില്ലായിരുന്നു. അതുപോലെ എഞ്ചിൻ്റെ മുകളിലൊക്കെ പുറത്തേക്കുന്ന സ്ക്രൂവിൻ്റെ ഭാഗത്തിന് മാറ്റ് ബ്ലാക്ക് അടിച്ചു. ഒരു പ്രത്യേക സ്റ്റൈലായിട്ടുണ്ട്. ഇപ്പോൾ മൊത്തത്തിൽ സ്ക്രൂകളൊക്കെ വണ്ടിയിലുള്ള സ്ക്രൂകളൊക്കെ മാറ്റ് ബ്ലാക്ക് അടിച്ചു കൊടുത്തു. അതിന് തുരുമ്പൊന്നും വരണ്ടല്ലോ എന്നുള്ള കണ്ടീഷനിൽ ചെയ്തതാണ്. തുരുമ്പ് കാര്യമായിട്ട് ഉണ്ടായിരുന്നത് സൈലൻസറിലാണ്. അത് നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ച് മൊത്തം ക്ലീൻ ചെയ്തതിന് ശേഷം തുടച്ച് പെയിൻ്റ് അടിച്ചു. മാറ്റ് ബ്ലാക്ക് സ്പ്രേ പെയിൻറ് ചെയ്തു. പിന്നെ അതുപോലെ സാരി ഗാർഡ് തുരുമ്പ് പിടിച്ചിരുന്നു, അതും നമ്മൾ പേപ്പർ ഇട്ട് ഉരച്ച് പെയിൻറ് ചെയ്തു. പിന്നെ അതുപോലെ റിമ്മിൽ ചെറുതായിട്ടൊക്കെ പെയിൻറ് പോയതുണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ മാറ്റ് ബ്ലാക്ക് അടിച്ച് ഫിനിഷ് ചെയ്തു. അത് നമ്മൾ ബ്രഷ് കൊണ്ട് തന്നെ അടിച്ചതാണ്. ചെറിയ പെയിൻറ് ബ്രഷ്, ചെറിയ കളർ പെയിൻറ് ചെയ്യുന്ന ചെറിയ ബ്രഷ് കൊണ്ട് അടിച്ചതാണ്. പിന്നെ ടയർ പുതിയ ടയറാണ്. JK ടയറിൻ്റെ 110/80/17 ബ്ലേസ് റൈഡർ എന്ന് പറഞ്ഞ ടയറാണ്. സ്റ്റൈലിഷ് സ്പോർട്ടി ടയറാണ്. അത്യാവശ്യം ഗ്രിപ്പുള്ള ടയറാണ്. സ്പോർട്ടി ടയറാണ്, ഗ്രിപ്പും ഉണ്ട്. നല്ല ടയറാണ്, സ്റ്റൈലിഷ് ടയറാണ്. പുതിയ ടയർ വാങ്ങിയിട്ടാണ്. അധികം ഓടിയിട്ടില്ല. ഇലക്ട്രിക് വണ്ടി ഉള്ളതുകൊണ്ട് ഈ വണ്ടി അധികം ഓടിക്കാറില്ല. അതുകൊണ്ടാണ്. കണ്ടോ, നല്ല സ്റ്റൈലിഷ് ടയർ, സ്പോർട്ടി ടയറാണ്. ഇലക്ട്രിക് വണ്ടി ഉള്ളതുകൊണ്ട് ഇത് അധികം ഉപയോഗിക്കാറില്ല. ചെറിയ ദൂരങ്ങളിലൊക്കെ പോകാനൊക്കെ, കടയിലൊക്കെ പോയി വരാൻ, അങ്ങാടിയിൽ ഷോപ്പിലൊക്കെ പോയി വരാൻ മാത്രമേ എടുക്കാറുള്ളൂ. കൂടുതലായിട്ട് യൂസ് ചെയ്യാറ് ഇലക്ട്രിക് സ്കൂട്ടർ തന്നെയാണ്. TVSൻ്റെ തന്നെ iQube കൂടുതലായി യൂസ് ചെയ്യാറ്. കണ്ടോ, എഞ്ചിൻ്റെ മുകളിലുള്ള സ്ക്രൂസിനൊക്കെ മാറ്റ് ബ്ലാക്ക് അടിച്ച് സ്റ്റൈലിഷ് ആക്കിയിട്ടുണ്ട്. വൈറ്റ് പെയിൻറ്റ് പിന്നെ സ്പ്രേ പെയിൻറ്റ് ചെയ്തു. കാര്യമായിട്ട് വൈസർ നന്നായി ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. സൈലൻസർ പെയിൻറ് ചെയ്തുകൊണ്ട് അത് ചൂടാകുമ്പോൾ കുറച്ചു കാലം സ്മെല്ലുണ്ടാവും, പെയിൻറ്റിൻ്റെ സ്മെല്ല് അറിയും. പിന്നെ ഡിസ്ക് ബ്രേക്കിന് തുരുമ്പ് പിടിക്കാതൊക്കെ വേണ്ടി ഡിസ്ക് ബ്രേക്കിൻ്റെ നടുക്കായിട്ട് നല്ല മാറ്റ് ബ്ലാക്ക് അടിച്ച് നല്ല സ്റ്റൈലാക്കിയിട്ടുണ്ട്. ഫ്രണ്ട് ടയർ വരുന്നത് അതുപോലെ സിയറ്റിൻ്റെ സൂം X3F എന്ന് പറഞ്ഞ മോഡലാണ്. അത് വരുന്നത് 90/90/17 ആണ് ടയർ വരുന്നത്. അതും പുതിയ ടയർ തന്നെയാണ്, അധികം ഓടിയിട്ടില്ല. അത്യാവശ്യം പുതിയ ടയർ തന്നെയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു വ്യൂ കാണാം. എങ്ങനെ സ്റ്റൈലിഷ് ആയിട്ടില്ലേ? അത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്താണ്, വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്താണ്. സമയം കിട്ടുമ്പോൾ ഒഴിവ് സമയങ്ങളിൽ ചില ദിവസങ്ങളിലായിട്ട് ചെയ്താണ്. കുറച്ച് ദിവസം എടുത്തു. പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക്ഷോപ്പിൽ കൊടുക്കുകയും അതുപോലെ പെയിൻറ്റിങ് ഷോപ്പിൽ കൊടുക്കുകയും ചെയ്യാതെ നമ്മൾ തന്നെ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് അത്ര പൈസ നമ്മൾക്ക് തന്നെ പൈസ ലാഭം കിട്ടി. നമ്മൾ തന്നെ ചെയ്തതാണ്. നമ്മളെ കുറച്ച് ടൈം ഇതിനു വേണ്ടി വേസ്റ്റ് ചെയ്തുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യാൻ സമയമൊക്കെ ഉള്ളവർക്കും അതുപോലെ ഉപയോഗിക്കാൻ വേറെ വണ്ടിയൊക്കെ തൽക്കാലം ഉള്ളവർക്ക് വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ്. പുറമേയൊക്കെ പെയിൻറ്റിങ്ങിന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 5000-8000 ഒക്കെ പറയും. അപ്പോൾ നമ്മൾക്ക് സമയവും അതുപോലെ ഉപയോഗിക്കാൻ വേറെ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് തന്നെ കുറച്ച് ദിവസം എടുത്ത് ചെയ്യാവുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിൽ വണ്ടീൻ്റെ അതുപോലെ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന വീഡിയോ, അതുപോലത്തെ വീഡിയോ ഒക്കെ ഞാൻ തമ്പനയിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഓയിൽ ചേഞ്ച് ചെയ്യണമൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ കൂടുതൽ ഇതുപോലെ വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസും ഒക്കെ ഞാൻ വീണ്ടും ഭാവിയിൽ ഇടുന്നതാണ്. പിന്നെ അതുപോലെ അൺബോക്സിങ്, ഓരോ പ്രോഡക്ട്സിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ കുക്കിംഗ് വീഡിയോസും അതൊക്കെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഓരോ ട്രാവൽ ചെയ്തിട്ട് ഓരോ സ്ഥലത്തു നിന്നുള്ള വീഡിയോസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചാനലിൽ ഇടാറുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടതിന് താങ്ക് യു. ഇതുപോലെ പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.